കെ ഗോവിന്ദന്റെ തുറന്നു പറച്ചിലിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് CPM നേതൃത്വവും അണികളും. കൂടുതൽ പേർ പാർട്ടി വിടുമെന്ന ആശങ്ക. CPM-ൽ നിന്നും രാജിവെച്ച് തളിപ്പറമ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച പാർട്ടിയിലെ തലമുതിർന്ന നേതാവ് കെ ഗോവിന്ദന്റെ തുറന്നു പറച്ചിലിൽ നെഞ്ചിടിപ്പോടെ തളിപ്പറമ്പിലെ CPM നേതാക്കളും അണികളും. തങ്ങൾ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന സിന്ദാബാദ് വിളിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന കെ ഗോവിന്ദൻ നടത്തിയത്. പ്രധാനമായും ഗോവിന്ദൻ ഉന്നയിച്ച സാമ്പത്തിക അഴിമതിയാണ് പാർട്ടി അണികൾക്കും നേതാക്കൾക്കും പൊതുസമൂഹത്തിനുമിടയിലും ചർച്ചയായിരിക്കുന്നത്. MLA ഫണ്ട് വിനിയോഗം, എല്ലാ വർഷവും നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് തുടങ്ങിയവയ്ക്കായി കോടികൾ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ MLA തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ചിലവഴിച്ചു. എന്നാൽ ഇതൊന്നും പാർട്ടി അറിയിച്ചില്ലെന്നും ഇതിനൊന്നും കണക്കുകളുടെ ഓഡിറ്റിംഗ് ഇല്ലെന്നുമുള്ള ആരോപണങ്ങളാണ് കെ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ ധനനിയോഗമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടത്തിയത്. MV ഗോവിന്ദൻ MLA ആയ ശേഷം മുൻ MLA-മാരായ CKP പത്മനാഭൻ, ജെവിസ്റ്റാറ്റ് തുടങ്ങിയവർ നടത്തിയ ചില നിർമ്മാണ പ്രവൃത്തികൾ പുതുക്കിപ്പണിതും മാറ്റിപ്പണിതും കോടികളാണ് ചിലവഴിച്ചത്. ചിറമക്കൂലെ ചെറുശ്ശേരി സർഗാലയ പഠനത ഗെയിംസ്നാഥിൽ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് MV ഗോവിന്ദൻ MLA ആയപ്പോൾ ചെറുശ്ശേരിയെ സൈഡിലാക്കി കോടിയോടടുക്ക് ചിലവഴിച്ച് അത് ഹാപ്പിനെസ് സ്ക്വയറാക്കി. ചെറുശ്ശേരി സർഗാലയത്തിനായി പണിത കെട്ടിടവും ഹാപ്പിനെസ് സ്ക്വയറിൽ ഉൾപ്പെടുത്തി. MLA മണ്ഡലത്തിലെത്തിയാൽ മിക്കപ്പോഴും പൂക്കോത്ത് നടയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉണ്ടാവാറുള്ളതെങ്കിലും MLA-ക്ക് അവിടെ ഒരു ഓഫീസും സ്ഥാപിച്ചു. CKP പത്മനാഭൻ MLA ആയിരുന്നപ്പോൾ പണിത ടൗണിലെ കണ്ണൂർ ഭാഗത്തേക്കുള്ള ഇലക്ട്രിക് സ്റ്റോപ്പ് ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ്. അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന പല സംവിധാനങ്ങളും ഏർപ്പെടുത്താതെ ഏതാനും ദിവസം മുൻപാണ് ഉദ്ഘാടന മാമാങ്കം MLA നടത്തിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ് ഡേ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പഴയതിൽ നിന്നും പാർട്ടി സ്ഥലത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ച പണം സംബന്ധിച്ച സ്വകാര്യത ഉണ്ടായതിനെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉണ്ടെന്നതാണ് കെയുടെ വെളിപ്പെടുത്തലിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു കാലത്ത് തളിപ്പറമ്പിലെ പാർട്ടിയുടെയും ഭരണത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന കെ ഗോവിന്ദൻ പലതും തുറന്നു പറഞ്ഞതോടെ ഇനി എല്ലാ തട്ടിപ്പുകളും പുറത്തു വരുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതാക്കൾ. അണികളാവട്ടെ ഇത്തരം കഥകൾ കേട്ട് ഞെട്ടല്ല. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് നടന്ന PK ശാവളിയുടെ റോഡ് ഷോ 4:30 ആരംഭിക്കുമെന്നറിയിച്ചിട്ട് ആരംഭിച്ചത് 6 മണിയോടെയാണ്. പ്രവർത്തകർ കുറവായതിനാൽ പല സ്ഥലത്തു നിന്നും പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നെന്നും പറയപ്പെടുന്നു. തളിപ്പറമ്പിൽ ഇത്തവണ വനിതയെ മത്സരിപ്പിക്കണമെന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞപ്പോൾ അത് സുകന്യ ആയിക്കോട്ടെ എന്നായിരുന്നു തന്റെ നിലപാടെന്നാണ് കെ ഗോവിന്ദൻ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ പാർട്ടിയുമായി അത്ര രസത്തിലല്ലാത്ത സ്ഥലത്തെ മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യയായ സുകന്യയ്ക്ക് സീറ്റ് കൊടുക്കാൻ നേതൃത്വം തയ്യാറായില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കാമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ തീരുമാനമെന്നാണ് കെ ഗോവിന്ദൻ പറഞ്ഞത്. കുറ്റിക്കോൽ പാർത്താസ് കൺവെൻഷൻ സെന്റർ ഉടമ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും അന്ന് CPM നേതൃനിരയിൽ ഉണ്ടായിരുന്ന കെ ഗോവിന്ദനാണ് എന്നത് അധികത്തിനിടയിൽ സംശയം വർദ്ധിപ്പിക്കുകയാണ്. കുടുംബാംഗത്വം സ്ഥാപിക്കാനുള്ള MV ഗോവിന്ദന്റെ നീക്കത്തിനെതിരെയാണ് താൻ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഇത് തളിപ്പറമ്പിലെ അണികളെ ഇരുത്തി ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫെസ്റ്റുമായി ബന്ധപ്പെട്ട കെ ഗോവിന്ദന്റെ വെളിപ്പെടുത്തലെ ഫെസ്റ്റിനെ നിയന്ത്രിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ചിലതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന MV ഗോവിന്ദന്റെ മകനെ ലക്ഷ്യം വെച്ചാണ് ഇത്. തളിപ്പറമ്പുകാരനായ അധികം സിനിമ ഒന്നും സംവിധാനം ചെയ്തിട്ടില്ലാത്ത ഒരു ഡയറക്ടറും തളിപ്പറമ്പുകാരൻ തന്നെയായ ഒരു സിനിമാ നടനും ഫെസ്റ്റിന്റെ സംഘാടകരിലെ പ്രധാനികളായി. എന്നാൽ ഈ അടുത്ത കാലത്ത് നടനെ കാര്യമായി രംഗത്ത് കാണാറില്ല. ഫെസ്റ്റിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കില്ലെന്ന കെ ഗോവിന്ദന്റെ ആരോപണവും തളിപ്പറമ്പിലെ പാർട്ടി നേതാക്കളിലും അനുഭാവികളിലും നേതാക്കളിലും ചർച്ചയായിരിക്കുകയാണ്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന രീതിയിലുള്ള കെ ഗോവിന്ദന്റെ തുറന്നു പറച്ചിലും ചർച്ചയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടിയിൽ നിന്നും കെ ഗോവിന്ദനൊപ്പവും പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനൊപ്പവും പോകുമോ എന്നും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്ന ചിന്തയിലാണ് ജനങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥനയുമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്ന നേതാക്കളും പാർട്ടി അംഗങ്ങളും.